വെൽക്കം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പ്രോൺ റോസ്റ്റ്. എന്താവുമോ എന്തോ ഈശ്വര. 1/2 കിലോ കൊഞ്ച് നന്നായി കഴുകി വൃത്തിയാക്കി വെക്കുക. അത് കഴിഞ്ഞ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, പിന്നെന്താ നാരങ്ങ നീരും കൂടെ എടുക്കുക. ഇതെല്ലാം കൂടെ നമ്മുടെ നേരത്തെ കഴുകി എടുത്ത് വെച്ച കൊഞ്ചിലേക്ക് ഇട്ട് അങ്ങോട്ട് നല്ല വൃത്തിയായിട്ട് ഇളക്കുക. സ്പൂൺ വെച്ച് ഇളക്കാം, കമ്പൊക്കെ വെച്ച് ഇളക്കാം, പക്ഷെ വൃത്തി വേണമെന്നേ ഉള്ളു. പക്ഷെ ഇവിടെ ഞാൻ എന്തെടുക്കുന്നറിയാമോ? സോറി, അതിനു മുമ്പേ ജ്യൂസ് ചേർത്തില്ല. കുറച്ച് അതൊക്കെ എല്ലാം ചൂട് ചേർത്തിട്ട് ഞാനിവിടെ സ്പൂണൊന്നും ഉപയോഗിക്കുന്നില്ല, നല്ല കൈ കൊണ്ട് ഇളക്കി അങ്ങ് വെക്കുകയാണ്. കാരണം നമ്മൾ മനുഷ്യരല്ലേ. എന്ത് പറയാനാ. എന്നിട്ട് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് വെക്കുക. അത് കഴിഞ്ഞ് പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി ഇത്തിരി പോലെ എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഓരോ കൊഞ്ചായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടിട്ട് നിരത്തുക. കുറച്ച് നേരം കഴിയുമ്പം പിന്നെന്ത് വേണം? അതിന് മറിച്ചിട്ട് ഫ്രൈ ചെയ്യണം. അത് പിന്നെ ആരുടെടുത്തും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ബോറടിപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും ചെയ്യേണ്ടത്? അതേ എണ്ണയിൽ തന്നെ കടുകിട്ട് പൊട്ടിക്കണം. അത് കഴിഞ്ഞ് ഉള്ളി, വെളുത്തുള്ളി, പിന്നെന്താന്ന് ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞ് ആ എണ്ണയിലിട്ട് അങ്ങോട്ട് ഇളക്കുക. കുറച്ച് നേരം എടുക്കും, എന്നാലും അങ്ങോട്ട് ചെയ്യുക. അത് കഴിയുമ്പം അടുത്ത നമ്മൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി ഇത് 3 കൂടെ ഇട്ട് വീണ്ടും അങ്ങോട്ട് കുറച്ച് നേരം അങ്ങോട്ട് ഇളക്കണം. അത് കഴിഞ്ഞ് തക്കാളിയുടെ നീരെടുത്ത് അത് കുറച്ചൊന്ന് ഒഴിക്കണം. വേണമെങ്കിൽ തക്കാളി കട്ട് ചെയ്തായാലും ഇടാം. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിൽ കറിവേപ്പിലയും ഇട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കൊഞ്ചും അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അത് കുറച്ചൊന്ന് ഇളക്കണം. അത് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി ഇടണം, ലേശം മതി. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇടണം. എന്നിട്ട് അതിനെ അടച്ച് വെച്ച് സുഖമായിട്ട് അങ്ങ് വേവിക്കുക. ഫൈനലി ഇറ്റ് ഈസ് റെഡി. ഇനി അത് കഴിഞ്ഞിട്ട് നല്ല വൃത്തിയുള്ള പ്ലേറ്റിലേക്ക് നിരത്തി വെച്ച് ഞം 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 എന്ന് പറഞ്ഞ് തിന്നുക.